അമ്മ മീൻകറിയായോ? ഇപ്പഴല്ലോ നീ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്നത്. അതിന്റെ കൂടെ 5 മുട്ടയും ഇതോടെ വൈറ്റ് കോക്കോപ്പുഴുവാണോ? ഞാൻ ഇച്ചിരി ഫുഡല്ലേ ചോദിച്ചുള്ളൂ, വിശന്നിട്ടില്ലയോ? പ്രധാനമായും പ്രമേഹ രോഗത്തിന്റെ ആദ്യ ലക്ഷണമായിട്ട് കണക്കാക്കുന്നത് വിശപ്പാണ്. അതങ്ങനെ ഇപ്പോഴത്തെ പിള്ളേരൊന്നും ഹെൽത്ത് കോൺഷ്യസ് അല്ല. ഇവിടെ നിന്റെ വണ്ണം നല്ലോണം കുറഞ്ഞല്ലോ. അതേ രാവിലെ ഒന്നും കളിക്കാൻ പോകുന്നുണ്ട്, അതുകൊണ്ടാ. ഓ, ഞാൻ ജിമ്മിൽ രാവിലെ കളിക്കാനൊക്കെ പോകണ്ടല്ലോ, എന്നിട്ട് എന്റെ വണ്ണം കുറയുന്നില്ലല്ലോ. അതിന് മനസ്സോട് നന്നാവണം കേട്ടാ. പ്രമേഹ രോഗത്തിന്റെ അടുത്ത ലക്ഷണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ശരീരഭാരം കുറയുന്നു എന്നാണ്. നിങ്ങൾക്ക് ക്ഷീണമുണ്ടോ? അത് പ്രമേഹ രോഗത്തിന്റെ ഏറ്റവും മോശ ലക്ഷണമാണ്. എടാ വാ, പടത്തിന് പോവാ. രാവിലെ കളിക്കാൻ പോകാൻ എനിക്ക് ഭയങ്കര ക്ഷീണം, ഞാൻ കിടക്കട്ടെ. കളിക്കാൻ പോയ നല്ല എനർജി അല്ലേടാ വരണ്ട, ഇതെന്തോ ക്ഷീണം. നിങ്ങൾക്ക് അമിതമായ ദാഹമുണ്ടോ? ഉറപ്പിച്ചോ, അത് പ്രമേഹ രോഗത്തിന്റെ ലക്ഷണമാണ്. ഇപ്പഴാ ദാഹം ഒന്ന് മാറിയത്. ശരിക്കും പറയാ, ഞാൻ രാവിലെ കളിക്കാൻ പോകുന്നുണ്ട്, നല്ലപോലെ ഫുഡ് കഴിക്കുന്നുണ്ട്, മൂത്രം ഒഴിക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്, ഫുഡ് കഴിക്കുന്നുണ്ട്. അമ്മേ, ഞാൻ ഉറങ്ങാൻ പോവാട്ടോ. ഒരു ഫ്ലാസ്ക് വെള്ളോടെ വെച്ചേക്കട്ടെ, രാത്രി ചിലപ്പോ ദാഹിക്കും, കുടിക്കാനാ. അടിക്കടി മൂത്രം ഒഴിക്കാൻ മുട്ടുന്നുണ്ടെങ്കിൽ, അതൊട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, അത് മറ്റൊരു പ്രമേഹ രോഗത്തിന്റെ ലക്ഷണമാണ്. ഉറക്കത്തിൽ ഇത് രണ്ടാമത്തെ വട്ടമാണല്ലോ മൂത്രം ഒഴിക്കാൻ മുട്ടിയത്. 2 നാരങ്ങ വെള്ളം, മധുരം കൂട്ടി, ഉപ്പ് വേണ്ട. നിങ്ങളല്ലേ ഇപ്പൊ നാരങ്ങളും കുടിച്ചിട്ട് അങ്ങോട്ട് പോയത്? നിങ്ങക്ക് കുറച്ച് കച്ചവടം കിട്ടിക്കട്ടെന്ന് വിചാരിച്ചപ്പോ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളു, എപ്പോഴും കുഴിച്ചോണ്ടിരിക്കുന്നു. 2 നമുക്കിപ്പോ വീട്ടിൽ പോകാൻ പറ്റുമോ? നമ്മളൊരു ജോലിക്കാര്യത്തിനായിട്ട് വന്നല്ലേടാ, ഇത് കഴിയാതെ എങ്ങനെ പോകുന്നത്? എനിക്ക് പെടുക്കാൻ പറ്റുന്നടാ. പെടുപ്പ് പിന്നെ ആയാലും മറ്റേ ജോലി കിട്ടിയ പിന്നെ ആവശ്യക്കാലം ജോലിയാ. അതല്ലടാ, എനിക്കിപ്പോ ഇടയ്ക്കിടയ്ക്ക് പെടുക്കാൻ പറ്റൂടാ. പെടുക്കണം. ഈ മുമ്പേ ഇല്ലടാ ഇവിടുത്തെ. എനിക്കറിയത്തില്ല, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പെടുക്കാൻ പറ്റും. നീ വിട്ടിരുന്ന ജോലി ഉണ്ടാക്കി ഞാനിപ്പം വരാം. എനിക്ക് പറ്റത്തില്ല. എന്തായി ഒഴിച്ചോ? ഒഴിച്ച്. ഇത്രയും തുറന്നു സ്ഥലത്ത് നാണക്കാരനായ നീ അവസ്ഥ അതായി പോയില്ലേ ഇപ്പൊ? അല്ല, ഞാൻ രാവിലെ വന്നപ്പോ നിങ്ങളുടെ അമ്മ നിന്നെ വഴക്ക് പറഞ്ഞോണ്ടിരിക്കുമല്ലോ, എന്തിനായിരുന്നു? അതിന് ചെറുതായിട്ടൊന്ന് കിടക്കാൻ മുള്ളി. ആര്? നിന്റെ ടീച്ചർ കുഞ്ഞാന്നോ? ഞാൻ നീ ഇവിടെ വന്നേ, എനിക്ക് വിശക്കുന്ന പോലെ റെസ്റ്റോറന്റ് നോക്കട്ടെ. മറ്റൊന്നും മുള്ളണം. ബാ ഇങ്ങോട്ട്. ഹോസ്പിറ്റൽ ഏതായിരുന്നു? മന്ദാകിനി. എ പോസിറ്റീവ് അല്ലയോ? ആ, എ പോസിറ്റീവ്. എന്റെ എ പോസിറ്റീവ് 1, 2, 3 കുപ്പി എടുത്ത് കുഴപ്പമില്ല. എനിക്കത് വിഷയമൊന്നുമല്ല കാര്യമില്ല. എടാ അഖിലേ, നിന്റെ വണ്ണം നല്ലതായിട്ട് കുറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഞാൻ കളിക്കാനൊക്കെ പോയി കുറച്ചാ. ഇങ്ങനെ പെട്ടെന്ന് വണ്ണമൊന്നും കുറയത്തില്ല. അല്ലാണ്ട് അസുഖമൊന്നുമല്ല, അവനെ നല്ല മനസ്സുള്ളതായിട്ടാ. എടാ, നിനക്ക് എപ്പോഴും ദാഹം തോന്നുന്നുണ്ടോ? ഉണ്ട്. എപ്പോഴും മൂത്രം ഒഴിക്കാനൊക്കെ മുട്ടുന്നുണ്ടോ? ഉണ്ട്. നല്ല ക്ഷീണം ഉണ്ടില്ലയോ? ഉണ്ട്. കൺഗ്രാജുലേഷൻ. എന്താ നിനക്ക് ഷുഗറാ? എനിക്കങ്ങനെ വലിയ പ്രായമൊന്നും ആയിട്ടില്ല, ഞാൻ എത്തിയ ഷുഗർ അപ്പൂപ്പന്മാർക്ക് മാത്രമേ വരുന്നേ. ഷുഗർ അപ്പൂപ്പന്മാർക്ക് മാത്രമല്ല, പോയി ചെക്ക് ചെയ്യടാ, ഇപ്പൊ കൊച്ചുപിള്ളേർക്കുണ്ട്. ഞാൻ വീഴത്തില്ല. സിസ്റ്ററെ, ബ്ലഡ് കൊടുക്കേണ്ടി വന്നായിരുന്നു. സുധാകരൻ, അവിനാശ്. അയ്യോ അവിനാശിന്റെ ബ്ലഡ് കൊടുക്കാൻ പറ്റത്തില്ല കേട്ടോ. അവിനാശിന്റെ ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി, അതിനകത്ത് ഷുഗർ കണ്ടെയ്നർ ഉണ്ട്, അതുകൊണ്ട് അത് കൊടുക്കാൻ പറ്റത്തില്ല. എന്തോ അവിനാശ് ഇങ്ങനെയാണോ കാണിക്കേണ്ടത്? എമർജൻസി ആയിട്ട് കിടക്കുന്ന ഒരു പേഷ്യന്റിന് ഷുഗർ ഉള്ളവരാണോ ബ്ലഡ് കൊടുക്കാൻ പറ്റുന്നത്? ഞാനാണോ? പിന്നല്ല എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, നമുക്ക് ചുമ്മാ കണ്ടിട്ടെ. ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ വന്ന പിന്നെ നോക്കാൻ വന്നായിരിക്കും ഇല്ലയോ? നിങ്ങൾക്ക് തരണ്ട ഷുഗർ? ഒരു 450 ആയിരുന്നു കഴിക്കണോ നോക്കിയപ്പോ. മിസ്റ്റർ അവിനാഷ്, നിങ്ങളുടെ HbA1c 12.5 ആണ്. ആവറേജ് ആണ്, വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പൊ നോർമൽ എത്ര ഡോക്ടർ? അത് 6 ആണ്. ഈ 12.5-ല് ഹാർട്ട് അറ്റാക്ക്, കണ്ണടിച്ചു പോവുക, കൈയടിച്ചു പോവുക, അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. പ്രതിവിധി എന്ന് പറയുന്നത് ജീവിതകാലം മൊത്തം ഗുളിക കഴിക്കുക, അല്ലെ ഇൻസുലിൻ അടിക്കുക. എന്തോ വേണ്ട, ഗുളിക വേണം, ഇൻസുലിൻ വേണം. ഗുളിക മതി. ഇൻസുലിൻ ഇട്ട് കഴിഞ്ഞു ആവാലോ. പിന്നെ ഫുഡ് ഒന്ന് കൺട്രോൾ ചെയ്യണം, എക്സസൈസ് വേണം. ഷുഗർ എന്ന് പറഞ്ഞ സാധനം തൊടാനേ പാടില്ല. അല്ല, നമ്മൾ എത്ര നാൾ മരുന്ന് കഴിക്കേണ്ടി വരും? അധികമൊന്നും വേണ്ടി വരില്ല, ജീവിതകാലം മൊത്തം വേണ്ടി വരും. എന്റെ ബോക്സിനകത്തെല്ലാം എഴുതിയിട്ടുണ്ട് കേട്ടോ. എല്ലാം കൊടുത്തേക്ക സാർ. 2500 രൂപ. അത് നീ കൊടുത്തു. ഈ ബോക്സ് കണ്ടോ? ഇത് ഇനിയുള്ള നിന്റെ മരുന്ന്, ബാക്കി സുനാപ്പികളോ. ഇത് കണ്ടോ? ഇത് PP അല്ല, ഇതാണ് ബ്ലഡ് എടുക്കുന്ന സാധനം നമ്മുടെ കയ്യിൽ നിന്ന്. ഇത് കണ്ടോ? ഇതാണ് അത് റീഡ് ചെയ്യുന്ന മീറ്റർ. പിന്നെ ഈ ചീക്കപ്പുളക്കം മരുന്ന് കണ്ടോ? ഇത് നിനക്ക് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് തിന്നാനുള്ളതാ. ഞാൻ കാണിച്ചു തരാം, കൈ കണ്ടോണ്ടത്. ഇത് വെച്ചിട്ട് ചോര വരും. ഈ ചോര
ഇത് വെച്ച് ഇത് കണ്ടോ ഇപ്പോഴും 250 തന്നെ ഉണ്ട്. മരുന്ന് കഴിച്ചോ, അല്ലെങ്കിൽ പിന്നെ റീഡിങ് നോക്കാൻ നീ കാണത്തില്ല. പിന്നെ വേണമെങ്കിൽ 2 മുട്ടയുടെ വെക്കാം. ഇതാണ് ഒരു ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്നത്, മനസ്സിലായി? എടാ മണ്ട, നിനക്ക് ഷുഗർ ആയിട്ട് ഡോക്ടർ വന്ന് ഡയറ്റ് ആയത്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് എപ്പോൾ വേണേലും കഴിക്കാം. പിന്നെ ഒരു സാധനമുണ്ട്, രാഴി വിളിക്ക, ആ നിങ്ങളുടെ ചേച്ചിയുടെയാ. ചത്തുപോകും ഇത് തിന്നു കഴിഞ്ഞാൽ. കാലൻ നിന്റെ കൂടെയുണ്ട്, അവൻ നിന്നെ കൊണ്ട് പോത്തിന്റെ പുറത്ത് പോകൂ. പിന്നെ നമ്മുടെ അച്ഛൻ്റെ വീട്ടിൽ റിസപ്ഷൻ നിന്നാ. ആ അല്ലേ നീ പറഞ്ഞ നിനക്ക് ഷുഗർ അല്ലേ? എന്റെ മോളുടെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ശ്രദ്ധ. എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടേ കല്യാണത്തിന് സമ്മതിക്കത്തുള്ളൂ. അത് ശരിയാ മാമ. ആ മോളെ ആ വെള്ളം കൊണ്ട് കൊടുക്ക. അല്ല ഇന്നലെ വരാന്ന് പറഞ്ഞിട്ട് എന്താ വരാഞ്ഞേ? അതെനിക്ക് ഷുഗർ ഉണ്ടായിരുന്നു, അപ്പൊ ഇന്നലെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആശുപത്രിയിൽ പോയിരുന്നു. ഷുഗറോ? എന്നിട്ടാന്ന് നാരങ്ങയുള്ള മാക്കാൻ അടിക്കുന്നേ? മോളെ ആ അലുവയും ജിലേബി എടുത്തോണ്ട് പോണേ. എന്റെ മോനെ ഇതൊക്കെ നേരത്തെ പറയണ്ടേ? മോളെ പയ്യന് ഷുഗറാന്ന്. ഷുഗർ പയ്യന് ഷുഗറാന്ന്. ചേട്ടാ 2 നാരങ്ങ വെള്ളം, ഒരെണ്ണത്ത് പഞ്ചാര വേണ്ട. ഷുഗർ ആയില്ലയോ? കേട്ടോ കൊണ്ടോ, കൊച്ചു പിള്ളേർക്ക് പറയുമ്പോ ഷുഗറാ. അത് കേട്ടോ, അതൊക്കെ ഇവന്മാരെ പഞ്ചാരയൊക്കെ കയറ്റുമ്പോ ഇവന്മാർ ആലോചിക്കണം ഇങ്ങനൊക്കെ പണി കിട്ടുമെന്ന്. ആ ശരിയാ ശരിയാ, നമുക്കൊന്നും ഇതുവരെ ഷുഗർ പോലും ഇല്ല കേട്ടോ. കൊച്ചു പയ്യ ഇവനൊക്കെ എങ്ങനെ കല്യാണം കഴിക്കും? എന്നാ എടുത്ത നാരങ്ങളുള്ള ഇയാൾ തിരിച്ചു നാരങ്ങളെ വേണം. ഇത്രയും ഗുളിക കഴിച്ചിട്ടും തന്റെ ഷുഗറിൽ യാതൊരു വ്യത്യാസമൊന്നും കാണുന്നില്ലല്ലോ. അല്ല, ഞാൻ കറക്റ്റായിട്ട് ഡയറ്റും എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. വീട്ടിലെ മെഷീനകത്ത് നോക്കിയപ്പോൾ നല്ല കുറവായിരുന്നു. തന്റെ പേരെന്തുവായിരുന്നു? അഭിലാഷ്. ടോക്കൺ നമ്പർ 6 ആയിരുന്നു താൻ. അല്ല 7. ടോക്കൺ നമ്പർ 6. എന്ത് വേണേ? ടോക്കൺ നമ്പർ 6 ഡോക്ടർ വിളിക്കും. അല്ല ഇത്ര ചിരിക്കാൻ വേണ്ടി എന്തു? ടോക്കൺ നമ്പർ 6 അല്ലേ? എന്താ അറിയത്തില്ല, ചെറിയൊരു പനി പിന്നെ ചെറിയൊരു പരവേശമുണ്ട്. എന്തിനാ ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ചെയ്തത്? എടോ തന്റെ കൂട്ടുകാരന് സ്റ്റേജ് 2 ആണ് ഷുഗർ. മണ്ണാവാൻ പറഞ്ഞ അവൻ 2 ആക്കി വെച്ചേക്ക്. തന്റെ ഒന്ന് ചെക്ക് ചെയ്തപ്പോഴേ സ്റ്റേജ് 3 ആ. സ്റ്റേജ് 3 വെരി ക്രിട്ടിക്കൽ. എപ്പോ വേണമെങ്കിലും എന്ത് സംഭവിക്കും. സാറേ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ. ഇൻസുലിൻ നമുക്ക് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യാം. എടാ മോനെ പേടിക്കണ്ടാ, രാവിലെ സ്ഥിരമായിട്ട് എടുക്കുന്ന സംഭവം ഞാൻ പഠിപ്പിച്ചു തരാം. ഇൻസുലിനാ ഇങ്ങനെ കയ്യെ കുത്തി വെച്ചേക്കും, അത്രേ ഉള്ളൂ. ഓടാ കാല